അസ്സലാമു നമസ്കാരം. ഞാൻ മജീദാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് എനിക്ക് പണി. അപ്പോൾ ഈ പണി കിട്ടിയത് വെച്ചാൽ പണി ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ യൂട്യൂബിൽ ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് ഒരാൾ വാട്സപ്പിൽ ബന്ധപ്പെട്ട് അങ്ങനെ കിട്ടിയ പണിയാണ്. അപ്പോൾ ഇതുവരെ ഈ വീടിൻ്റെ ആളെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എങ്ങനെ വെച്ചാൽ ഇങ്ങനെ വാട്സപ്പ് കൂടെ അങ്ങോട്ട് മെസ്സേജ് അതേമാതിരി ഞാൻ ഈ വീടിൻ്റെ ഓരോ വർക്ക് ഇതേമാതിരി വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ മൂപ്പർക്ക് വിട്ടുകൊടുക്കും. കാരണം നമ്മൾ പണിയെടുത്തത് വിട്ടുകൊടുക്കണമല്ലോ. അപ്പോൾ അതേമാതിരി ഇപ്പോൾ ഇവിടെ പുറം ഭാഗമാണ് വെച്ചാൽ പണി. അപ്പോൾ മഴയത്താണ് പണി. ഇന്ന് രാവിലെ ഇതുവരെ മഴയായിരുന്നു. ഇപ്പോൾ മഴ ചോർന്നിക്കണ്. അപ്പോൾ ഈ മഴയത്ത് സീറ്റ് കെട്ടിക്കാണ്ട് വെച്ചാൽ മേലെ വെച്ചാൽ പാരപ്പറ്റ് തേക്കാൻ കഴിയൂല. അപ്പോൾ പാരപ്പറ്റിൻ്റെ അടിയിൽ നിന്നാണ് തേച്ചിറങ്ങണത് തേച്ച ഇറങ്ങണത്. അപ്പോൾ ഈ മഴയത്ത് വെച്ചാൽ സീറ്റ് കെട്ടിക്കാണ്ട് തേക്കുമ്പോൾ വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ പണി സ്പീഡ് ഉണ്ടാവില്ല. അപ്പോൾ ഈ വർക്കിനെ പറ്റിയും അതേമാതിരി മഴയത്ത് പണിയെടുക്കുമ്പോൾ പണി നടക്കില്ല എന്ന് അതിനെപ്പറ്റിയും വെച്ചാൽ മുതലാളിക്ക് ഏതായാലും വീഡിയോസ് വിട്ട് കൊടുക്കണം. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ വീഡിയോസ് കാണണം, നിങ്ങളോട് ഇത് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അത് യൂട്യൂബിലേക്ക് ഇടാൻ കാരണം. ഈ മുതലാളിൻ്റെ പേരും അഡ്രസ്സൊന്നും ഞാൻ പറയില്ല, അത് പറയുന്നത് മോശമാണ്. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി. മുതലാളി ഇതേമാതിരി മഴ വെച്ചാൽ മഴ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഇതേമാതിരി മഴ വെച്ചാൽ അതിൻ്റെ ഉള്ളത് സിമെൻറ്റ് ചാക്ക് കഴിഞ്ഞിട്ട് മഴ പോയിട്ട് നമുക്ക് തേക്കേണ്ടി വരും. ഇതിപ്പോൾ എന്താ ചെയ്യണത്? ഇത് നിങ്ങളെ മേസ്ലാബിൻ്റെ മേലെ സിമെൻറ്റ് കൂട്ടാൻ പറ്റില്ല, ആകെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കുണ്ടും കുറ്റമൊക്കെ ആയിട്ട്. പിന്നെ ഇതാക്കണ് ഇതിങ്ങനെ തേച്ചു. ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് ഇങ്ങോട്ട് തേച്ച് വരികയാണ്, അടിയിൽ നിന്ന് ഇങ്ങോട്ട് തേച്ച് വരികയാണ്. സാധാരണ മുകളിൽ നിന്ന് അടിക്കാണ് തേച്ച് നോക്ക്. അപ്പം ഇനി എന്താ അറിയോ, ഇതിപ്പോൾ ഇത് പാരപ്പറ്റാണ്. ഇനി ഇവിടെ ഇതിങ്ങനെ മടക്കിയാണ്ട് ഇവിടെ ഇത് വെട്ടും. ഇവിടെ ഇത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തേക്കുമ്പോൾ അവിടെ ജോയിൻ്റ് ആക്കാരം. അപ്പോൾ ഈ മുന്നിൽ നിന്ന് കാണുമ്പോൾ ആകെ ബോറാക്കാരം. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ മുൻഭാഗം കൂടി അതേമാതിരി തേക്കുകയെന്ന് വെച്ചാൽ കാണുമ്പോൾ ബോറാക്കാരം. പിന്നെ സൂര്യപ്രകാശം ഇങ്ങനെ അയിമക്ക് നേരെ തട്ടുമ്പോൾ അവിടെ ഒരു പാടായിങ്ങാണ്ടൊക്കെ ഇങ്ങനെ കാണും ഈ മുൻഭാഗമൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലേസം സിമെൻറ്റ് ചാക്കുണ്ട്. ആ സിമെൻറ്റ് ചാക്കുകൊണ്ട് ഈ വാഗണ്ട തേച്ചതാക്കിയിട്ട് മുൻഭാഗം ഇതേമാതിരി മഴ അടിച്ചാൽ ഇതല്ലേ മഴ ഉണ്ടല്ലേ കണ്ടല്ലേ, ഇതേമാതിരി മഴ അടിച്ചാൽ നമുക്ക് മഴ പോയിട്ട് തേക്കേണ്ടി വരും. കാരണം ഏതാ ടോപ്പ് ഇടുമ്പോൾ തീരെ മഴ ഉണ്ടാകാൻ പറ്റൂല. ടോപ്പ് ഇടുമ്പോൾ കാരണം നിങ്ങളെ മേസ്ലാവിൻ്റെ അവിടെ ആ കുണ്ടുകുജിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല എനിക്ക് പണിയെടുക്കാൻ മടിയായിട്ടോ അതൊന്നുമല്ല. ഓക്കെ, അപ്പോൾ മുതലാളി പാരപ്പറ്റിൻ്റെ അടിഭാഗം വെച്ചാൽ വക്ക് പിടിച്ച് കാണ്ട് പൈപ്പ് വലിച്ചിക്കണ്. അതേമാതിരി സൺസൈഡ് തേച്ചു, അതിന് ബോർഡർ പിടിച്ചിക്കണ്. അതേമാതിരി ചുമര് അതേമാതിരി തറ പോയിൻ്റ് ഇത് കാണ്ട് അതിന് ബോർഡർ പിടിച്ചിക്കണ്. ഇനി ആ പാരപ്പറ്റുണ്ട്. ഇതിപ്പോൾ ഈ മഴയത്ത് സ്വീപ്പായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ടൈമിൽ ആ പാരപ്പറ്റും കൂടിയും പണി കഴിയേണ്ട ടൈം ആയിക്കണ്. അപ്പോൾ മഴ ആയതുകൊണ്ടാണ് അത് കഴിയാത്തത്. അപ്പോൾ ഒരു പണിയും കൂടി എക്സ്ട്രാ വന്നു മഴയത്ത് പണിയെടുത്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു. അപ്പോൾ വെച്ചാൽ ഞങ്ങളെ മുതലാളി പാവാട്ടോ, ആൾ സൂപ്പറാണ്. കാരണം പരസ്പര വിശ്വാസമാണ്. ഇതുവരെ ഞാനും എൻ്റെ മുതലാളി നേരിട്ട് കണ്ടിട്ടില്ല. എന്നുവെച്ചാൽ മുതലാളി സൗദി അറേബ്യയിലും ഞാനിവിടെ മുതലാളിൻ്റെ നാട്ടിൽ തൃശ്ശൂരുമാണ്. അപ്പോൾ ആൾ സൂപ്പറാണ്. അപ്പോൾ മനുഷ്യന്മാരെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പഴയ ഒരു ജുമാ മസ്ജിദ് ഉണ്ട്. അപ്പോൾ ഞാൻ പള്ളിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ പള്ളിയും കൂടി ഞാൻ കാണിച്ച് തരാം. ഓക്കെ, അപ്പോൾ പണി ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടോ 90 48 99 35 48 ആ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. മനുഷ്യന്മാരെ ഇതാണ് ഞാൻ ആ പറഞ്ഞ പള്ളി, ഈ പള്ളി.